പ്രശാന്തേട്ട, നരേന്ദ്രമോദി വീണ്ടും കളത്തിൽ ഇറങ്ങുകയാണ്. നരേന്ദ്രമോദിക്ക് ഇപ്പോൾ സഖ്യകക്ഷി സർക്കാരാണല്ലോ ഭരിക്കുന്നത്. സഖ്യകക്ഷി സർക്കാരായതുകൊണ്ട് തന്നെ മോദിക്ക് ഒരു ബില്ല് പോലും നേരെ ചൊവ്വയെ പാസ്സാക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുടെ നിർഗന്ധലയിൽ അടിച്ചുകൊണ്ട് നരേന്ദ്രമോദി കൊണ്ടുവരാൻ പോകുന്ന ആദ്യത്തെ ബില്ല്, ഇപ്പോൾ പാസ്സാക്കാൻ പോകുന്ന ബില്ല് എന്ന് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതാണ്. ഇപ്പോൾ വഖഫ് ബോർഡിന് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളും കൂടെ അറിയിക്കണം കേട്ടോ എന്നുള്ളൊരു സംഭവമാണ് കൊണ്ടുവരുന്നത്. വലിയൊരു സംഭവമാണ്. രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വഖഫ് ബോർഡിൽ ഉണ്ടാകാൻ പോകുന്നത്? അവരതെങ്ങനെ പ്രതിരോധിക്കും? മോദി ഏത് തരത്തിൽ ബാധിക്കും? 3 ചോദ്യം. എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ള കാര്യമൊന്നും വന്നിട്ടില്ലല്ലോ. അതിന് മുമ്പേ അല്ല, എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് വന്നിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിന് മുമ്പേ യവന്മാർ ഇങ്ങോട്ട് പറയുക, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പിടിച്ച് പുറത്താക്കും, നമ്മളെല്ലാം ബഹളം തുടങ്ങി, മീഡിയ ബഹളം തുടങ്ങിയല്ലേ. ഈ പറയുന്ന ബഹളക്കാരുണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല, അവർ ബഹളം തുടങ്ങി. മുസ്ലിങ്ങളുടെ പുറത്തു കയറാൻ മോദി വീണ്ടും തയ്യാറാകുന്നു. എൻ്റെ പൊന്നെ ധനുഷേ, ഈ വഖഫ് ബോർഡ് നിയമങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ധനുഷ് പോലും അതിശയിച്ചു. ധനുഷിൻ്റെ വീടും ആ പ്രദേശം എല്ലാം കൂടെ പണ്ട് ഞങ്ങളുടെ ആയിരുന്നു, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് അവരുടെ നിയമങ്ങൾ. അല്ല, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കേസ് പറയാൻ പറ്റത്തില്ല. ആ കേസ് പറയാൻ പറ്റത്തില്ല, കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം. 2014 ഈ മൻമോഹൻ സിംഗ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്ത്രപ്രധാനമായ ഡൽഹി ഉൾപ്പെടെയുള്ള 20 പ്രദേശങ്ങളിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ വഖഫ് ബോർഡിന് കൊടുത്തിട്ട് പോയി. അതാണ് പണ്ട് പുള്ളി 2006 പറഞ്ഞ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ വിഷയം വരാൻ കാരണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കാരണം തന്ത്രപ്രധാനം, അതായത് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഗ്രാമത്തിൽ, ഹിന്ദു ഗ്രാമമാണ്, എനിക്കൊന്ന് തിരുച്ചിറപ്പള്ളി എന്നാണ് തോന്നുന്നു ഗ്രാമത്തിൻ്റെ പേര്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നോക്കുന്നു. അവിടെ ഒരു ഗ്രാമം മൊത്തവും വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മൊത്തം ഗ്രാമം മുഴുവൻ എന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന മൊത്തം ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? ആ ഗ്രാമം മൊത്തവും വഖഫ് ബോർഡിൻ്റെതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവകാശം എന്ന് പറയുമ്പോൾ പണ്ട് ഞങ്ങളുടേതായിരുന്നു, ഞങ്ങളുടെ കയ്യിലിരുന്നതായിരുന്നു. അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കയ്യേറി തിരിച്ചു വേണം. കേരളത്തിൽ ഇപ്പം തിരുവല്ലയ്ക്കപ്പുറം ഏതാണ്ട് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന പ്രദേശം അവരുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിഷയമായിക്കൊണ്ടിരിക്കുമല്ലേ വഖഫ് ബോർഡ്. അപ്പോൾ ആ നിയമം അത്രയ്ക്ക് അവർക്ക് അനുകൂലമാണ് നിയമം. അപ്പം അതിനകത്ത് ഈ വഖഫ് ബോർഡിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിരിക്കുന്ന ഏതാണ്ട് 9 ലക്ഷത്തിൽ പരം ഏക്കർ സ്ഥലമാണ്. 9 ലക്ഷത്തിൽ പരം ഏക്കർ സ്ഥലം, തന്ത്രപ്രധാനമായ സ്ഥലം. 28 സംസ്ഥാനങ്ങൾ വഖഫ് ബോർഡുണ്ട്, കേന്ദ്രഭരണ പ്രദേശത്ത് 2 ഇപ്പം ഇനിയും ഏതാണ്ട് 213 സ്ഥലങ്ങൾ തർക്ക പ്രദേശങ്ങളായിട്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കേട്ടാൽ രസം തോന്നും. തർക്കമായിട്ട് വെച്ചേക്കുന്നതിനകത്ത് നമ്മുടെ ഇപ്പം രാമജന്മഭൂമിക്ക് ശേഷം തർക്കമന്ദിരമായിട്ട് 2 സ്ഥലങ്ങളുണ്ടല്ലോ, മധുര. ആ 2 സ്ഥലങ്ങളും വഖഫ് ബോർഡിൻ്റെതാണെന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ 2 സ്ഥലങ്ങളും വഖഫ് ബോർഡിൻ്റെതായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേതായിരുന്നു. വഖഫ് ബോർഡ് അതിനെ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവരുടേതാണെന്ന് തീരുമാനിക്കുകയും അവർക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇതിൻ്റെ നിയമങ്ങളുടെ ഇഴപ്പ്. കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പാർലമെൻറ്റ് ചോദ്യം ചെയ്യാത്ത അവസ്ഥ. അപ്പോൾ അതിനകത്ത് ഭേദഗതികൾ വരുത്താനാണ് ഇപ്പം നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 40ഓളം ഭേദഗതികളാണ് വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 മാസം മുമ്പ് നമ്മളുടെ ഏറ്റവും ഈ ഇവിടെ ഉണ്ടല്ലോ, ഈ 56,000 ഏക്കർ സ്ഥലം ഭൂമി പുഷ്കർ ഗിന്ദാമി തിരിച്ചു പിടിച്ചില്ലേ? അവിടെ ആ സ്ഥലത്ത് ഒരു പ്രത്യേക സമയപ്പോഴത്തേനും ഒരു ശവകുടീരം ഉയർന്നു വരികയാണ്. അപ്പോൾ അവിടെ ആരാധന തുടങ്ങുകയാണ്. ഈ 56,000 ഏക്കർ സ്ഥലം വഖഫ് ബോർഡിൻ്റെയാണ് തീരുമാനിച്ച് അവരും കയ്യേറുകയാണ്. ഒഴിപ്പിക്കാൻ ശ്രമിച്ച പോലീസും ആ പ്രദേശവാസികളും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം നടന്നു, വർഗീയ കലാപത്തിലൂടെ എത്തി. പക്ഷേ തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ ഇപ്പം തമിഴ്നാട്ടിൽ ഈ വിഷയം വന്നു. അപ്പം ഇത് ഇപ്പം ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്ന് 3ാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോഴത്തേനും ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തെന്തോ BJP ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാർ, ഇനി നരേന്ദ്രമോദി പലരുടെയും കാലും കൈയും പിടിച്ച് പഴയ ഭരണത്തിലൊന്നും പോകത്തില്ല. ഗുജറാത്തിലിരുന്നപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് ഭരിച്ച ശീലമേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ 5 കൊല്ലം ഒറ്റയ്ക്ക് ഭരിച്ച് സർവാധിപതിയായിട്ടിരുന്ന ശീലമേ ഉള്ളൂ. ഇനിയും നരേന്ദ്രമോദിയുടെ പല കളികളൊന്നും നടക്കത്തില്ല. ഈ 2 പ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ 5 കൊല്ലം BJPക്ക് വ്യക്തമായി ഭൂരിപക്ഷം ഉള്ളപ്പോൾ 6 മാസം കഴിഞ്ഞ നിയമങ്ങൾ പാസ്സാക്കി തുടങ്ങി. അന്നേരമാണ് വിവാദം എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ട പല നിയമങ്ങളും പാസ്സാക്കില്ല. നമ്മുടെ ഈ കാശ്മീർ വിഷയം, അതുപോലെ തന്നെ ഈ മറ്റേ ഈ ഇവിടുത്തെ കാർഷിക ബില്ല് തിരിച്ച് വിളിച്ചു. പിന്നെ വേറെ ഈ മറ്റു ഒരു ബില്ലുണ്ടല്ലോ നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമം ഒക്കെ കൊണ്ടുവന്നപ്പോൾ
വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുത്തലാഖിൻ്റെ നിയമം, അതുകൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷം, ഇതുകൊണ്ടാണ് സജീനിന് സാധിക്കത്തില്ല, സ്ഥിരതയില്ലാത്ത സർക്കാരാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഏറ്റവും വിവാദമായിട്ടുള്ളൂ ഇവിടുത്തെ ഈ രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആവശ്യമില്ലാതെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ ഈ വഖഫ് ബോർഡ് ചില പ്രത്യേക ആൾക്കാരുടെ കയ്യിൽ നിന്നിട്ട് അവർ ആദായം എടുത്തു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെ വഖഫ് ബോർഡിനെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം എന്ന ആശയമായിട്ട് പലവട്ടം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് വഖഫ് ബോർഡിന്റെ കയ്യിലിരിക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലം, ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലുടനീളം 9 ലക്ഷത്തിലധികം ഏക്കർ സ്ഥലമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഈ സ്ഥലം പലതും ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ സ്ഥലം ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ വ്യവസായ ആവശ്യത്തിന്, ഇന്ത്യയുടെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇതിവരുടെ ചുമ്മാ പല സ്ഥലങ്ങളും ഇവർ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സമയത്ത് അവരുടെ ഇഷ്ടത്തിന് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിഞ്ഞ്, വേറെ മാളുകൾ പണിഞ്ഞ്, അതുപോലെ വഖഫ് ബോർഡിൻ്റെ സ്ഥലങ്ങൾ വേറെ വീട് വയ്ക്കാനും അവർക്ക് താല്പര്യമുള്ളവർക്ക് കൊടുത്ത് കാശ് മേടിക്കുന്ന അവസ്ഥ. ഇതെന്നിട്ട് ഇതിൻ്റെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ആ പൈസ അടിച്ചു മാറ്റുന്ന അവസ്ഥ. ഇത്തരം രീതിയിൽ വളരെ കൃത്യമായ ഒരു അഴിമതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നിയമം നിയന്ത്രിക്കാൻ 10-30 ബോർഡുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ചില ആൾക്കാർക്ക് ദുരുപയോഗം ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ പൈസ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ചില താല്പര്യങ്ങൾ രാജ്യത്ത് ആ സ്ഥലങ്ങളും അല്ലെങ്കിൽ അവിടെ ചില ആൾക്കാരെ കയറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബില്ലിലേക്ക് വരുന്നത്. ആ ബില്ല് അടുത്ത ദിവസങ്ങളിൽ തന്നെ പാസ്സാകുന്നതിന് വേണ്ടി ലോക്സഭയിൽ വരും. പ്രതിഷേധം ആയിക്കഴിഞ്ഞു. കാരണം ഭേദഗതികൾ മീഡിയ എന്ന് പറയുന്നത് വീണ്ടും മുസ്ലിം ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അവരുടെ സ്വത്തുക്കളിലെ കയ്യേറ്റം നടത്തുന്നതിന് വേണ്ടി മോദി സർക്കാർ മുസ്ലിം വിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ വഖഫ് ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവകകൾ എല്ലാ സ്ഥലങ്ങളിലെയും മജിസ്ട്രേറ്റുകൾ, അതായത് സ്ഥലം മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവരുടെ നിയന്ത്രണത്തിലാക്കുന്നതിനും അവരറിയാതെ ഇതിനകത്തിന് എന്ത് നടക്കും അല്ലെങ്കിൽ എന്ത് നടക്കത്തില്ല എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവർക്ക് ഉൾപ്പെടുത്തി. അതുപോലെ സ്ത്രീകളെയും കൂടെ ഈ വഖഫ് ബോർഡിൻ്റെ ആ ബോർഡിനകത്ത് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു ചരിത്രപരമായിട്ട് അത് ചൊറിയുന്നതെന്ന് വെച്ചാൽ മൂലം തൊട്ട് ആസനം വരെ ചൊറിയും മനസ്സിലാവുന്ന ചില ആൾക്കാർക്ക്. അപ്പോൾ ആ ഈ രീതിയിലേക്ക് ഉള്ളൊരു നിയമ ഭേദഗതിയുമായിട്ടാണ് മോദി സർക്കാർ വരുന്നത്. അതായത് മൂന്നാം മോദി സർക്കാർ ദുർബലമാണെന്ന് പറഞ്ഞവർക്ക് മൂന്നാം മോദി സർക്കാർ ദുർബലമല്ല, അതിപ്രബലമാണെന്ന് കാണിക്കുന്ന രീതിയിലേക്കാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബില്ലിലേക്ക് മോദി സർക്കാർ വരികയാണ്. ആ ബില്ലോടുകൂടി ഇവിടുത്തെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന മറ്റൊരു അഴിമതി സംവിധാനം അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് കൃത്യമായ കടിഞ്ഞാണിട്ട് രാജ്യത്തിൻ്റെ വസ്തുവകൾ, അതായത് വഖഫ് ബോർഡിൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ രേഖയും സംവിധാനവും ഒക്കെ ഉള്ള വസ്തുക്കളാണോ എന്ന് പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയാണ്. അത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ആവശ്യമായ ഒരവസ്ഥയാണ്. അത് എന്നേ പാസ്സാക്കേണ്ടതായിരുന്നു. ഇതിനു മുമ്പിരുന്ന ഗവൺമെൻറ്റുകളൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകൾ ചെയ്ത് അവരാവശ്യപ്പെടാതെ തന്നെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും അവരുടേതാക്കി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനൊക്കെ മാറ്റം വരുത്താൻ പോവുകയാണ്. വീണ്ടും മോദി തന്നെ ഇന്ത്യയിൽ ഹീറോയാണെന്നും അല്ലെങ്കിൽ മോദി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുമെന്നും കാണിച്ചുകൊണ്ട് വീണ്ടും മോദി കളത്തിൽ വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചേട്ടാ, ഈ തർക്ക സ്ഥലങ്ങളെന്ന് പറയുമ്പോഴേ ഈ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇതിന് എന്ത് ആധികാരികതയാണ് ഉള്ളത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. അത് ഞാൻ പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം അലഹബാദ് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചില്ല. അതായത് മുസ്ലിങ്ങളുടെ ഹർജി പൂർണ്ണമായിട്ടും എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞിട്ട് അവർ പറഞ്ഞു ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ ഇവിടെ ഹൈന്ദവർ തന്ന, അതായത് ആ കമ്മിറ്റി തന്ന ആ ഒരു വാദം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ ഒരു പറയുന്ന സാധനം നിലനിൽക്കും. കാരണം ഇത് ശ്രീകൃഷ്ണ ജന്മഭൂമിയാണ് എന്നുള്ള രീതിയിൽ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിലോട്ട് പോകാം. അവരോട് കോടതി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ഇത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഖണ്ഡിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ ഈ സ്ഥലങ്ങൾ ഇവർ ഉന്നയിക്കുന്ന സ്ഥലങ്ങൾ ഏത് സ്ഥലങ്ങൾ ഇവർ ഉന്നയിച്ചാലും നമുക്ക് അവർ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു സാഹചര്യമില്ലേ? അങ്ങനത്തെ സാഹചര്യമുണ്ട്. അങ്ങനത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അവരങ്ങ് തർക്കം ഉന്നയിക്കുക, ഇന്ന സ്ഥലങ്ങൾ നേരത്തെ ഞങ്ങളുടേതായിരുന്നു അല്ലെങ്കിൽ ഒരു 10-200 കൊല്ലം മുമ്പ് ഞങ്ങളുടേതായിരുന്നു. ഈ അവകാശം ഉന്നയിച്ച് ഇനി തെളിയിക്കാൻ എന്തോ ധനുഷ് മാർഗം?
ആ ധനുഷ് പറയുക എൻ്റെ വീടും സ്ഥലവും എല്ലാം കൂടെ ധനുഷിൻ്റെതാണ്, അപ്പോൾ ധനുഷിന് അനുകൂലമായിട്ടൊരു വിധിയാണ് നിലവിലിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കണം. ആ ഒരു നിയമമാണ് ഇന്ന് വഖഫ് ബോർഡിൻ്റെ സമീപത്തുള്ളത്. വഖഫ് ബോർഡിന് അത്തരത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധികാരം വരുന്നാൽ അവരുടെ താല്പര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ള രീതിയിലും അവർക്ക് വേണ്ടി വന്നാൽ അവരുടേതാണെന്ന് അവർക്ക് തെളിയിക്കാൻ സാധിച്ചാൽ അത് കൊടുക്കണമെന്നുള്ള ഒരു നിയമമാണ്. 123 സ്ഥലങ്ങൾ തർക്കപ്രദേശങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ കാശി രാമേശ്വരം വരെ ഉണ്ട്, കാശിയുണ്ട്, രാമേശ്വരം ഉണ്ട്, കാശിയുണ്ട്, രാമേശ്വരം. ഉത്തരാഖണ്ഡിൽ വഖഫ് ബോർഡിന്റെ ഭൂമി സ്വകാര്യ ആവശ്യത്തിന് ഇവർ ഉപയോഗിച്ചു. അത് അവിടുത്തെ ഗവൺമെന്റ്. അതുപോലെ 56,000 ഏക്കർ ഉത്തരാഖണ്ഡിൽ ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ കയറി ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് 56,000 ഏക്കർ പുഷ്കർക്ക് തമ്മിൽ തിരിച്ചു പിടിച്ചു. അവിടെ നോക്കിയപ്പോൾ ഒരു രേഖയില്ല. അവിടെ സുപ്രഭാതത്തിൽ ഒരു കബറങ്ങ് വരുക, എന്നിട്ട് കബറിന് അങ്ങ് ആരാധന തുടങ്ങുക. അപ്പോൾ ഈ കബർ ആരാധന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇതിന്റെ ടെക്നിക്കുകളാണ്. അപ്പോഴത്തേനും അവിടെ ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ കൂടി പോലീസ് ചെന്നപ്പോഴത്തേനും വിഷയമായി, അവിടെ വർഗീയതകളായി. ഞാനീ പറഞ്ഞത് ഇതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവിടെതാണ്. ഈ ഡൽഹിയിൽ ഉൾപ്പെടെ ഡൽഹിയിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഏരിയയിൽ തന്നെ 8-9 ഏക്കർ കാട് പിടിച്ച് കിടക്കുക വഖഫ് ബോർഡിന്റെയാണ്. ഇങ്ങനെ ഇന്ത്യയിൽ മൊത്തം ഉണ്ട്. അതായത് പറഞ്ഞാൽ 9 ലക്ഷം ഏക്കർ, 9 ലക്ഷം ഏക്കർ നിസ്സാരം. എന്നിട്ട് ഇവിടെ എല്ലാം കെട്ടിടങ്ങളുണ്ട്, എന്നിട്ട് അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ പറഞ്ഞ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഈ വസ്തുവകൾ ഇവരുടേതാണെന്ന് കണ്ട് മറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതേ രീതിയിൽ ഒരു രാജ്യത്ത് രാജ്യത്തിന്റെ നിയമത്തിനപ്പുറം അവർക്കൊരു നിയമം അത് നിലനിർത്തി പോകണം. അത് അല്ലെങ്കിൽ നിലനിർത്തി പോകും. ഇതിനാരും ചോദ്യം ചെയ്യാനില്ല. ബാക്കി ആരുടെ കാര്യം വന്നാലും ചോദ്യം ചെയ്യാനുണ്ട്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോയിട്ട് രാജ്യത്ത് പൊതുവെ അല്ലെങ്കിൽ ഒരു നിയമവും സംവിധാനവും ബാക്കിയുള്ളതൊക്കെ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ മതി. അതിനെന്താണ് തർക്കം? അതിന് തർക്കം വരുന്നത് വരട്ടെ. മനസ്സിലായില്ലേ? ഇതുമാതിരിയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചിലതൊക്കെ കണ്ണടച്ച് പോയാൽ നാളെ കാലത്ത് ഇപ്പം ബംഗ്ലാദേശിൽ സംഭവിച്ച പോലെയൊക്കെ ഇവിടെ സംഭവിക്കാം. പറയുന്നത് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞോളൂ, ബംഗ്ലാദേശിൽ ഇപ്പം ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നതിന് ഇപ്പം വെളിയിൽ നിന്ന് ചില ആൾക്കാർ പല രാജ്യങ്ങൾ അവിടെ കയറി അവിടുത്തെ ഭരണം മറിക്കണമെങ്കിൽ ആ രാജ്യത്തിനകത്ത് ആ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടില്ലേ? ഇന്ത്യയിലില്ലേ അങ്ങനത്തെ ആൾക്കാർ? ഇന്ത്യയിലില്ല അങ്ങനത്തെ ആൾക്കാർ. അവരുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കുക, ഇന്ത്യ എങ്ങനെ സംരക്ഷിക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ മതി. ശക്തമായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അതിനാണ് മോദി ശ്രമിക്കുന്നത്. ഇത് വഖഫ് ബോർഡ് എന്തോ കൊമ്പുണ്ടോ? വഖഫ് ബോർഡ് ബാക്കിയുള്ള ബോർഡുകളുടെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൻ്റെ കൂടെ നിയമാനുസൃതമായിട്ട് മതി. ഈ രാജ്യം ഉണ്ടായ കാലം തൊട്ട് പണ്ട് ഞങ്ങളുടേതായിരുന്നു പറയുന്ന ഭൂമി ഒത്ത് അവർക്ക് കൊടുക്കാനൊക്കെ. ഇപ്പം തിരുച്ചിറപ്പള്ളിയിൽ ഏറ്റവും അവസാനത്തെ തമിഴ്നാട്ടിലെ ആ ഗ്രാമം മൊത്തം ഒരു മുസ്ലിം പോലും ഇല്ല. ആ ഗ്രാമം മൊത്തം ഹിന്ദുക്കൾ താമസിക്കുന്നത്. ആ ഗ്രാമം അവരുടേതാണെന്ന് പറഞ്ഞ് കോടതി സമീപിച്ചേക്കുക. മനസ്സിലാവുന്നത്? കേരളത്തിലുണ്ടെന്ന് തിരുവല്ലയ്ക്കപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ ക്രിസ്ത്യാനികൾ മാത്രം താമസിക്കുന്ന പ്രദേശം വഖഫ് ബോർഡ് പറഞ്ഞേക്കുക ഞങ്ങളുടേതായിരുന്നു നേരത്തെ. ഈ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കൊക്കെ ശകലം സ്നേഹം BJPയോട് വന്നത്. നമ്മൾ പറയുമ്പം വരുന്നത് ഇപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ തടയിടുന്ന രീതിയിലൊക്കെ കൃത്യമായ നിയമം മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ബോർഡുകൾ എന്ത് തീരുമാനിക്കണം, ആ ബോർഡുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഉള്ള സംവിധാനത്തോടുകൂടി ഒരു നിയമത്തിലേക്കാണ് പോകുന്നത്. അത് പലരുടെയും ഹാലിളക്കി തുടങ്ങിയിട്ടുണ്ട്. നിയമം എന്തൊക്കെയാണ് അതിന് മാറ്റം വരുത്തുന്നതിന് പോലും മുമ്പേ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണും അല്ലെ മാധ്യമവും പിന്നെ അതിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹളം അവിടെ നടക്കും, നിയമം അതിൻ്റെ വഴിക്ക് നടക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.